ങ്ങളിലൊക്കെ 7 സഭകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. അപ്പോൾ 7 സഭകളുടെ ആരംഭം, അവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉദ്ദേശം, ആ 7 സഭകളുടെ കാലഘട്ടം എവിടം വരെ നിലനിൽക്കും എന്നുള്ള വിഷയങ്ങൾ, കർത്താവ് എന്തിനാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സാമാന്യ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു. 7 സഭകളുടെ അടിസ്ഥാനം കർത്താവിൻ്റെ ഉപദേശങ്ങളാണ്. അത് 12 അപ്പോസ്തലന്മാർ സ്വീകരിക്കുകയും 12 അപ്പോസ്തലന്മാർ വഴി അവരുടെ ഉപദേശങ്ങൾ കേട്ട് രൂപപ്പെട്ട സഭകൾ, അതിൻ്റെ തുടർച്ചയെന്നോണം വരുന്ന സത്യത്തിൻ്റെ സാക്ഷികളായിത്തീരുന്നവർ, അവരെക്കുറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നിവർത്തിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ, അവർ കർത്താവിൻ്റെ സിംഹാസനത്തിൽ രാജകീയ പുരോഹിത കുലത്തിൻ്റെ ഭാഗമായി തീരും എന്നുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഭൂമിയിലുള്ള വിശ്വസ്തരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മീയ മേഖലയെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ. ആത്മീയ മേഖല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനം, യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാരിൽപ്പെട്ട വിവിധ പടികളിൽ ഉള്ളവർ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് 4-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് വായിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ വിവരണത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ വിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം.
വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുകളായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഈ ഇത്രയും വേദഭാഗങ്ങളിൽ ഭൂമിയെ സംബന്ധിക്കുന്ന യാതൊരു കാര്യവും, ഭൂമിയിലെ മനുഷ്യനെ സംബന്ധിക്കുന്ന യാതൊരു കാര്യവുമില്ല. ഇത് മുഴുവനും സ്വർഗത്തെ സംബന്ധിച്ചും ആത്മീയ മേഖലയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ് യോഹന്നാന് അറിയിക്കുന്നത്. അതിൻ്റെ ആദ്യത്തിൽ തന്നെ യോഹന്നാനോട് പറയുന്നത്, യോഹന്നാൻ കാണുന്നു സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എന്തോ ഈ വാതിൽ, സ്വർഗത്തിൽ വാതിൽ തുറന്നാൽ എന്താ? സ്വർഗത്തിലുള്ളത് കാണാൻ വേണ്ടിയാണ് വാതിൽ തുറക്കുന്നത്. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നത് ഇവിടെ കയറി വരിക. യോഹന്നാൻ അപ്പോസ്തലൻ എവിടെയാ? ഭൂമിയില്ല അല്ലേ? ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. സ്വർഗത്തിലിരിക്കുന്ന സിംഹാസനം അത് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഇരിക്കുന്നവന് കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സൂര്യകാന്തം, പത്മരാഗം, ഏറ്റവും വില കൂടിയ രത്നമാണ് സൂര്യകാന്തം. അതുപോലെ തന്നെ പത്മരാഗം. ഇതിനോട് സദൃശനായിരിക്കുന്നു സിംഹാസനത്തിലിരിക്കുന്നവൻ. യഹോവയുടെ പ്രതാപ മഹത്വത്തെ ആണ് അവിടെ ഈ രത്നങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. ഇത് പച്ചവില്ല് സിംഹാസനത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. അതൊരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പ്രതീകമാണ്. നമ്മുടെ നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തിന് ശേഷം ഒരു മഴവില്ല് കാണിക്കുന്നുണ്ട്. മനുഷ്യനെ ഇനി ജലപ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് യഹോവ ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അതൊരു ആശ്വാസത്തിൻ്റെ ഉടമ്പടിയാണ്. ഇവിടെ അതുപോലെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു
വില്ലാണ് ഇവിടെ കാണുന്നത്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. യഹോവയുടെ സിംഹാസനത്തിൻ്റെ ചുറ്റിൽ 24 സിംഹാസനമുണ്ട്. ഇത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് നമ്മൾ ഓർക്കണം. അപ്പോൾ യഹോവയുടെ ചുറ്റുമാണ് 24 സിംഹാസനം ഇരിക്കുന്നത്. ഈ 24 സിംഹാസനത്തിലും വെള്ളയെടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, ഇവർ മുന്നമേ തന്നെ വെള്ളയെടുപ്പ് ധരിച്ച് അവിടെ ഇരിക്കുന്നവരാണ്. ഈ സ്വർഗീയ ദൂതന്മാരുടെ മേഖലയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ സ്വർഗീയ ദൂതന്മാരുടെ പടികൾ എത്രയുണ്ടെന്നും അവരുടെ എണ്ണം എത്രയാണെന്നൊന്നും മനുഷ്യർക്ക് വ്യക്തമായ ഒരു രേഖയും തന്നിട്ടില്ല. ദൈവദൂതന്മാരുടെ പടികൾ, ഇപ്പൊ ഇവിടെ 24 സിംഹാസനത്തിലിരിക്കുന്നവരെ കുറിച്ച് മൂപ്പന്മാരെന്ന് പറഞ്ഞു. മൂപ്പന്മാരെന്ന് പറയുമ്പോൾ പ്രായമുള്ളവരാ, മനുഷ്യനെ കഴിഞ്ഞും പ്രായമുള്ളവർ. ഇതെല്ലാം സ്വർഗീയ ദൂതന്മാരുടെ മേഖലയെക്കുറിച്ചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 24 മൂപ്പന്മാർ തലയിൽ പൊൻകിരീടവും, അവരുടെ തലയിൽ പൊൻകിരീടമുണ്ട്. അവിടെ സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിൽ നിന്ന് പ്രത്യേക ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ. ഈ ആജ്ഞകൾ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുവിക്കുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 7 ദീപങ്ങൾ ആയ 7 ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത്, 7 എന്ന് പറയുന്നത് ഒരു ദൈവിക പൂർണ്ണതയുടെ സംഖ്യയായിട്ടാണ് വേദപുസ്തകം പരിഗണിച്ചിരിക്കുന്നത്. നമ്മളത് പല വിഷയങ്ങളിൽ കൂടി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതൊരു പൂർണ്ണതയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ ആ പൂർണ്ണതയെയാണത് കാണിക്കുന്നത്. 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവ തേജോമയനാണ്, ആത്മസ്വരൂപനാണ്. യഹോവയുടെ മുമ്പിലുള്ള സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന മൂപ്പന്മാരും അവർ വെള്ള ധരിച്ച് തലയിൽ പൊൻകിരീടവും ധരിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഒരു മഹത്വപൂർണതയുള്ള ഒരു മേഖലയാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സ്വർഗത്തിൽ ഒരു കടലുണ്ടെന്നാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കടലല്ല. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. കണ്ണാടിക്കടലാകുമ്പോൾ അതെന്താ, അതുകൊണ്ട് നമുക്ക് പ്രയോജനം? അതിങ്ങനെ ഒരു രൂപത്തെ ഇങ്ങനെ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണാം, അല്ലേ? ഒരു തെളിഞ്ഞ ജലാശയം, തെളിഞ്ഞ ജലാശയത്തിൽ ചന്ദ്രൻ ഉദിച്ചു നിന്നാൽ ആ ചന്ദ്രനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ചന്ദ്രനെ പിടിക്കാനായിട്ട് ചിലർ കിണറ്റിലേക്ക് ചാടും. സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ചന്ദ്രനെ പിടിക്കാൻ ഒരാൾ കിണറ്റിലേക്ക് ചാടി. അപ്പോൾ പ്രതിബിംബിക്കുന്നതായ അത്ര സ്ഫടികമായ സ്വച്ഛതുല്യമായ ഒരു കണ്ണാടിക്കടൽ സിംഹാസനത്തിൻ്റെ നടുവിലും. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. ഇപ്പം ഇവിടെ മറ്റൊരു വിഷയമാണ് പറയണത്. സിംഹാസനത്തിൻ്റെ ചുറ്റും 24 മൂപ്പന്മാരെ കൂടാതെ 4 ജീവികൾ എന്ന് പറയുന്നത്. ജീവികൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ 24 മൂപ്പന്മാർ അവർ സിംഹാസനത്തിന് ചുറ്റിയിരിക്കുന്നു.
4 ജീവികളും അവർ സിംഹാസനത്തിൻ്റെ ചുറ്റിലും നടുവിലും ഇരിക്കുന്നു. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ 4 ജീവികളുടെ രൂപം, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. കണ്ണ് എന്തിനെയാ കാണിക്കുന്നത്? നമ്മുടെ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. ദർശനത്തിനുള്ള കഴിവിനെയാണ് കണ്ണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 4 ജീവികളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാം ജീവി സിംഹത്തിന് സദൃശം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി കഴുകിന് സദൃശം. അപ്പം 4 ജീവികൾ. ഈ 4 ജീവികൾക്കുള്ള വിശേഷത അത് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. എവിടെ നോക്കിയാലും കണ്ണാണ്. അങ്ങനെ ഒരു ജീവിയെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇത് അക്ഷരാർത്ഥത്തിലുള്ള കാര്യമല്ലെന്ന് ഒന്നാണ്. ഇത് ലക്ഷ്യാർത്ഥത്തിലുള്ള കാര്യമാണ്. ഇനി 24 മൂപ്പന്മാരുടെ എണ്ണം പറയുന്നു. ആ 24 മൂപ്പന്മാരുടെ എണ്ണം പറഞ്ഞതിന് ആ എണ്ണത്തിന് തുല്യത തോന്നുന്ന വിധത്തിൽ തന്നെയാണ് 4 ജീവികളെന്ന് പറഞ്ഞു. എണ്ണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഈ 4 ജീവികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 24 മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയത്തക്ക വിധത്തിൽ വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും ഇതിനെ അർത്ഥം വ്യക്തമാക്കുന്ന വാക്യങ്ങളില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ 24 സിംഹാസനം, 4 ജീവികൾ, അത് സ്വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അർത്ഥം കൽപ്പിക്കാനും എഴുതാനും നമുക്ക് അവകാശമില്ലെന്നുള്ളതാണ്. ആവർത്തന പുസ്തകം 28-ന്റെ 29 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലാകും. വെളിപ്പാട് പുസ്തകത്തിലാണെങ്കിലും എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് വെളിപ്പെടാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കുക. ആവർത്തനം 28-ന്റെ 29 വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാകുന്നു എന്നാ ആ വാക്യമുണ്ട് അവിടെ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാകുന്നു, കാര്യങ്ങൾ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു എന്നതോ നമ്മൾ അവയെ പ്രമാണിച്ച് നടത്തേണ്ടതിന് നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പടികളെക്കുറിച്ച് ചില ഭാഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ ദൂതന്മാരുടെ ചില പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, പിന്നെ കെരൂബുകൾ, സാറാഫുകൾ, ദൂതന്മാർ, ഇങ്ങനെ 7 പടിയിൽപ്പെട്ട ദൂതന്മാർ ഉണ്ടെന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കി. അത് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിനെക്കുറിച്ച് പറയുന്നു. സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, കെരൂബുകൾ, സാറാഫുകൾ, ദൂതന്മാർ. കെരൂബിനെ കുറിച്ച് പറയുന്നു ഗബ്രിയേൽ ദൂതൻ. പിന്നെ സാറാഫുകളെ കുറിച്ച് പറയുന്നത് യെശയ്യാവ് 6-ന്റെ 1 മുതൽ 3 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വിഭാഗം
ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു, സാറാഫുകൾ. അവരുടെ വേല എന്താണ് എന്നും അവിടെ പറയുന്നു. അപ്പൊ ഇവിടെ ഈ 4 ജീവികളും എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ജീവികൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ 4 ജീവികൾ 6 ചിറക് വെച്ച് ഓരോ ജീവിക്കും. യെശയ്യാവിലെ വാക്യം കിട്ടിയോ? 6:1 മുതൽ 3 വരെ. മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനങ്ങളിൽ സാറാഫുകൾ അവന്റെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 കൊണ്ടവർ പറന്നു നിന്നു, 2 കൊണ്ട് പാദം മറച്ചു, 2 കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ആർപ്പാണ് ഇവിടെ നാം കാണുന്നത്. ഈ 4 ജീവികൾ, വെളിപ്പാട് ഈ 4 പറയുന്ന ഈ 4 ജീവികൾ, അതിന് 6 ചിറകുണ്ടായിരുന്നു. അതിന് അകത്തും പുറത്തും കണ്ണു നിറഞ്ഞിരുന്നു. അവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായി ദൈവം പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ സ്വർഗീയ മേഖലയോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞതിൻ്റെ തെളിവുകളാണ് നമ്മളാ പറഞ്ഞത്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഉണ്ടോ, ഈ ജീവികൾ വിശ്രമം കൂടാതെ സൈന്യങ്ങളുടെ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മറ്റുള്ള ദൂതന്മാരും കേൾക്കുന്നുണ്ട്. മറ്റു സ്വർഗീയ ദൂതന്മാരുടെ സംഘം അവിടെയുണ്ട്, മുഴുവൻ പേരുമുണ്ട്. യോഹന്നാൻ ഇതെല്ലാം ദർശനത്തിൽ കൂടെ സ്വർഗത്തിൽ കയറി കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്തിനാ യോഹന്നാൻ ഇത് കാണിക്കുന്നത്? ഈ സ്വർഗീയ മേഖലയിൽ വരുവാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് യോഹന്നാന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ഈ കാഴ്ചപ്പാടാണ് ഈ 7 സഭകൾക്കും കൊടുക്കേണ്ടിയിരിക്കുന്നത്. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മറുരൂപമലയിൽ പോയി. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. എന്താ അവിടെ ആ ദർശനം കാണിച്ചത്? യേശുക്രിസ്തു രാജാവായി വരുന്നതിൻ്റെ ഒരു ദർശനം അവർക്ക് നൽകപ്പെടുകയാണ്, അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി. ഇവിടെ ഈ സഭകൾക്കും അതിൻ്റെ പിന്നിൽ വരുന്ന വിശ്വാസികൾക്കും ആ വലിയ സ്വർഗീയ യെരൂശലേമായിത്തീരുന്ന വലിയ അനുഗ്രഹത്തിന് ഇടയാക്കുന്നവർക്കും വരാനുള്ള അനുഗ്രഹങ്ങളുടെ ഒരു സൂചനകൾ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനാണ് നീ സ്വർഗത്തിൽ കയറി വരിക എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മുടെ അപ്പോസ്തലൻ കാണുന്നത് വലിയ സൗഭാഗ്യങ്ങളുടെ ഒരു ദർശനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 ജീവികൾ ഇങ്ങനെ മഹത്വവും ബഹുമാനവും കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. അതെന്താ അവർ വീഴാനുള്ള കാരണം? അവർക്ക് വീഴേണ്ട കാരണമുണ്ടോ? അവർ വെള്ളയുടുപ്പ് ധരിച്ചവരാണ്, അവർക്ക് പൊൻകിരീടമുണ്ട്, അവർ സിംഹാസനത്തിൻ്റെ ചുറ്റിലുമായിരിക്കണം. യഹോവയുടെ സ്വർഗത്തിൽ തന്നെയാ ഈ 24 മൂപ്പന്മാർ. അപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ ഏതോ ഒരു പടിയിൽപ്പെട്ട വലിയ അധികാരമുള്ള ദൂതന്മാരുടെ ഒരു ഗണമാണിത്, ഈ 24 മൂപ്പന്മാരെന്ന് പറഞ്ഞു. 24 മൂപ്പന്മാർക്ക് പേരെഴുതാനും അവരെക്കുറിച്ച് അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊന്നും പറയാനൊന്നും തിരുവെഴുത്തുകളിൽ മറ്റൊരു വാക്യവും ഇല്ല. നമ്മുടെ കർത്താവ് മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചുമായിട്ട് തർക്കിച്ചു വാദിക്കുന്ന ഒരു രംഗമുണ്ട്, യൂദായുടെ ലേഖനത്തിലാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ബലവും ശക്തിയുമേറിയ ദൂതന്മാർ എന്ന് പറയുന്നു ഒരു പ്രയോഗം. ബലവും ശക്തിയുമേറിയ ദൂതന്മാര് എന്ന് പറയുന്നു. ആ വിഭാഗത്തിൽപ്പെട്ടവരായി ഈ 24 മൂപ്പന്മാരും. അവര് ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ആ സ്വർഗീയ യെരൂശലേം ഭരണഭാരം ഏൽക്കുന്നതിന് മുമ്പ് ഭരണത്തിലിരിക്കുന്നവരാ. അവർക്ക് സ്വർഗീയ അധികാരങ്ങളുള്ളവരാണ്. അപ്പൊ ഇവിടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ 4 ജീവികൾ സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുമ്പോൾ ഈ 24 മൂപ്പന്മാരും തങ്ങളുടെ അധികാരങ്ങൾ യഹോവയുടെ മുമ്പിൽ അടിയറ വയ്ക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. യോഹന്നാൻ ഇത് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അധികാരങ്ങൾ മറ്റൊരു വിഭാഗത്തിന് കൈമാറപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അവിടെയാണ് ഈ കാര്യത്തിൻ്റെ ഗൗരവരിക്കുന്നത്. അത് യോഹന്നാനെ ധരിപ്പിക്കണം. ഈ സ്വർഗീയ ദൂതന്മാരുടെയും മേലുള്ള അധികാരം ലഭിക്കപ്പെടുവാൻ പോകുന്ന ഒരു വിഭാഗം ഇവിടെ ആദാമ്യ ഭവനത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളത് യോഹന്നാനെ കാണിക്കുക. അപ്പോൾ ഇവരുടെ അധികാരമോ, ഈ ലഭിച്ചിരിക്കുന്ന ഈ 4 ജീവികൾ 24 മൂപ്പന്മാർ, ഇവരുടെ അധികാരങ്ങളോ, ഇവരുടെ അധികാരങ്ങൾക്ക് ഈ പിൻവരുന്നവരുടെ അധികാരത്തിന് കീഴെയുള്ള അധികാരങ്ങളോ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ബൾബ് കത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ കൂടുതൽ വെട്ടം കിട്ടുമോ? അതിലും പ്രകാശമല്ലേ ഇതിന്? മെഴുകുതിരി അവിടെ കത്തുന്നുണ്ട് അല്ലേ? പക്ഷെ അതിൻ്റേതത്ര വിലയില്ല, പ്രകാശം ഉണ്ടെന്നുള്ളത് ശരി. അപ്പൊ ഇവിടെ യോഹന്നാൻ ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് കാര്യമായിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഈ സ്വർഗീയ യെരൂശലേമായി തീരുന്ന ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് സകല ദൂതന്മാരിലും മേലായ നാമം നൽകപ്പെടും, അധികാരം നൽകപ്പെടും. അപ്പോൾ നിലവിലുള്ള അധികാരങ്ങളെല്ലാം അവർക്ക് കീഴെയായിരിക്കും. സ്വർഗത്തിലെ ഏത് വലിയ ദൂതന്മാരായാലും അത് നമ്മുടെ 12 അപ്പോസ്തലന്മാരും അവർ ഉൾപ്പെടുന്നതായ സഭയ്ക്കും കീഴ്പ്പെട്ടിരിക്കും. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് കർത്താവ് പറഞ്ഞത്, എന്താ പറഞ്ഞേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതേ അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്ന പുരോഹിത കുലമായി തീരുന്നവരാണ് സ്വർഗീയ യെരൂശലേം.
144,000 പേര്. അവരുടെ അധികാരങ്ങൾക്ക് മേതെ പിതാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. കർത്താവിൻ്റെ പുരോഹിത കുലമായി അവർ വർത്തിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ യോഹന്നാനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വർഗീയ ദർശനത്തിൽ സ്വർഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ 4 ജീവികൾക്കൊക്കെ പലരും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒന്നാം ജീവി എന്ന് പറയുന്നത് സിംഹമാണ്, അത് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാം ജീവി കാളയാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. മൂന്നാം ജീവി കഴുകനാണ്, കഴുകൻ്റെ ദീർഘദൃഷ്ടി, അത് കഴുകൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കാണിക്കുന്നത് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ജീവികളെക്കുറിച്ചും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയ്ക്ക് മറ്റുള്ള വിഷയങ്ങളുമായിട്ട് യോജിക്കുന്നു എന്ന് നമുക്ക് തോന്നാത്തതുകൊണ്ടാണ് ആ വിഷയം അങ്ങനെ പറയാത്തത്. അപ്പോൾ ഈ 4 ജീവികൾ സ്വർഗത്തിലുള്ളതാണ്, 24 മൂപ്പന്മാർ സ്വർഗത്തിലുള്ളതാണ്. ഇവർക്ക് ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ സ്വർഗീയ യെരൂശലേമിൻ്റെ അധികാരമാണ് ഏറ്റവും വലിയ അധികാരം. അത് ക്രിസ്തുയേശുവിൽ കൂടെ അവർക്ക് നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ അധികാരം പിതാവായ ദൈവത്തിനും, രണ്ടാമത് യേശു ക്രിസ്തുവിനും, മൂന്നാമത് അതിനോട് ചേർന്ന് വരുന്ന ക്രിസ്തുവിൻ്റെ സഭയും. അതാണ് പിൻവരുന്ന രാജത്വം അവൻ മറ്റൊരു ജാതിക്കും ഏൽപ്പിക്കുകയില്ല എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നു. അപ്പം ഇത്രയും മുഖാന്തരങ്ങൾ കൂടി മുഴുവൻ മനുഷ്യരാശിയെയും അനുഗ്രഹിക്കുന്ന എന്ന് മഹാവേലയ്ക്ക് ഇവരെ ഉപയോഗിക്കുവാനാണ് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനം. ദൂതന്മാരെ കുറിച്ച് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യർ ലേഖനം ദൂതന്മാരെ വിധിക്കും. ഏത് ദൂതന്മാരെയാ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദൂതന്മാരെ ന്യായം വിധിക്കുമെന്ന് അപ്പോസ്തലന്മാരും അവർ ഉൾപ്പെട്ട സഭയും. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ സ്വർഗത്തിലുള്ളത് ഏതാ? അത് വീഴ്ച ഭവിച്ച ദൂതന്മാരെ സംബന്ധിച്ച, അനുസരണം കെട്ട ദൂതന്മാരെ സംബന്ധിച്ച. ആ ദൂതന്മാരെയും ന്യായം വിധിക്കുന്നത് കർത്താവും സഭയുമാണ്. പാപം ചെയ്ത് ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അവരെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു, ന്യായവിധി ദിവസത്തിൽ അവരെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൂതന്മാരെയും മനുഷ്യരെയും ന്യായം വിധിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. രണ്ടാമത്തെ വരവിൽ ഈ സഭ ക്രിസ്തുവിനോടുകൂടെ ന്യായാധിപന്മാരായിത്തീരും. ദൂതന്മാരെയും ആദാമ്യ ഭവനത്തിൽ ശേഷമുള്ളവരെയും ന്യായവിധിയിൽ കൂടെ, സുവിശേഷത്തിൽ കൂടെ, ക്രിസ്തുവിൻ്റെ വലിയ പ്രമാണങ്ങളിൽ കൂടെ നിത്യജീവനിലേക്ക് നയിക്കുന്നതിനുള്ള വേലയിൽ സഭ വ്യാപൃതരാകും. അപ്പം ഇന്നിത്യാദി കാര്യങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ചെയ്തുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിൽ ഇടും. അപ്പം ഇനി അടുത്ത സിംഹാസനത്തിൽ അവരോധിതനാകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അവൻ്റെ സഭയുമാണ്.
അവർ മുഖാന്തരം തുടർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൻ്റെ വിഷയം പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംക്ഷിപ്തമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവം വരം നൽകി. അതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം.